ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ കഴുത്തിലെ ദിലീപ് താലി കെട്ടുകയാണ്. അത് കുറേ അകലെ മാറി നിന്നിട്ട് കാണുകയാണ് ഗംഗപ്രസാദ്. അങ്ങനെ ഗംഗപ്രസാദിൻ്റെ കയ്യിലുള്ള തോക്ക് അവർക്ക് നേരെ ചൂണ്ടി അവനങ്ങനെ വെടിവെക്കാൻ നിൽക്കുന്ന സമയം തന്നെ കിരൺ വന്ന് അവൻ്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിക്കുകയും അവനെ താഴത്തേക്ക് ഇടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് അവിടെ നിന്നും എഴുന്നേറ്റ്, അവൻ്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു പോയി. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പുറകെയായിട്ട് കിരണും. അങ്ങനെ രണ്ടിടി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് അവൻ ഓടി രക്ഷപ്പെട്ടിട്ട് അവനൊരു സ്ഥലത്ത് ഊട്ടുപുരയുടെയൊക്കെ ഭാഗത്തായിട്ട് അവനൊരു മതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അതേ സമയത്ത് ഇവിടെയാണെങ്കിൽ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ പ്രകാശൻ്റെ അനുഗ്രഹം അവർ വാങ്ങിക്കുകയും അവരങ്ങനെ ആ മണ്ഡപത്തിന് 3 പ്രാവശ്യം വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ കിരണിനെ കാണാത്തതിൽ കല്യാണി അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കല്യാണി അവിടെ നിൽക്കുന്ന രതീഷിനോടും വേലുവിനോടും ചോദിക്കുന്നുണ്ട്, കിരണേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇപ്പം വരാം എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. വാ നമുക്ക് കിരൺ സാറിനെ നോക്കിയിട്ട് വരാം, ചിലപ്പോൾ പുറകിലെങ്ങാനും കാണുമെന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും പോയിട്ട് ഈ പറയുന്ന ഗംഗ ഒളിച്ചു നിൽക്കുന്ന ഭാഗത്ത് അവരവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഗംഗ കാണുന്നുണ്ട്. അപ്പോൾ ഗംഗ അവിടെ തന്നെ മറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കിരണാണെങ്കിൽ ഇവനിങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും രതീഷും അതുപോലെ വേലു അവരൊക്കെ അവിടെ നോക്കുന്നുണ്ട് കിരണിനെ, പക്ഷെ അവർ കാണുന്നില്ല. അതേ സമയത്ത് അവരവിടെ നിന്ന് മറഞ്ഞു നിന്ന് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ തന്നെ തട്ടി മറിഞ്ഞ് വീഴുകയാണ് ഗംഗയുടെ കൈ തട്ടിയിട്ട്. അപ്പോൾ കിരണിന് മനസ്സിലാവുകയും കിരൺ അവിടേക്ക് ഓടി വരികയും അവനെ തല്ലിയിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കിരണിനെ മറച്ചിട്ടിട്ട് അവനെയും തിരിച്ചടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പക്ഷേ അവനെ പിടികൂടി കുറേ അടിക്കുന്നുണ്ട്. കിരൺ അവനെ തല്ലി ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ ഉളുക്കി അവൻ അങ്ങനെ ഓടിപ്പോവുകയാണ്. ആ സമയത്താണെങ്കിൽ അവനങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി എനിക്ക് രക്ഷയില്ല, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, ഇനി ഞാൻ എന്തായാലും പോകുന്നതോടൊപ്പം ആ തോക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരെയും കൂടി എൻ്റെ കൂടെ കൊണ്ടുപോകാമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ അങ്ങനെ കരുതി അങ്ങനെ പോകണ സമയം തന്നെ ഉന്തി ഉളുക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴേക്കും കിരൺ വീണ്ടും മുന്നിൽ വന്ന് പെടുകയാണ്. അവനെ തല്ലി ചതയ്ക്കുന്നുണ്ട് വീണ്ടും. അങ്ങനെ തല്ലി ചതച്ചതിന് ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൈ കൊണ്ട് പൂഴിമണ്ണ് എടുത്തിട്ട് നേരെ കിരണിൻ്റെ കണ്ണിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിരൺ ഒന്നും കാണുന്നില്ല. ഇവനങ്ങനെ തെരഞ്ഞ് അവനവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഗംഗ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് കിരൺ ആ കണ്ണിങ്ങനെ തുടയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവന് കണ്ണിൽ മണ്ണ് പോയത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവന് അങ്ങനെ തപ്പിപ്പടഞ്ഞ് പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കിരണ്. അപ്പോൾ ഇവരാണെങ്കിൽ വേലുവും അതുപോലെ തന്നെ രതീഷും കിരണിനെയും തെരഞ്ഞ് നടക്കുകയാണ്. ഗംഗയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഗംഗയുടെ പുറകിലൂടെ, അതായത് ഒരു ഹോളുണ്ട്, ഒരു സ്ഥലമുണ്ടായി, ആ ഹോളിൻ്റെ ഇടയിലൂടെ വലിയൊരു കമ്പി വന്ന് അവൻ്റെ തലയ്ക്കടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഗംഗയുടെ ആ ഒരൊറ്റ അടിയിൽ തന്നെ അവൻ്റെ അവൻ മരിക്കുകയാണ്. അവൻ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അവൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് ഒരുപാട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഇരുമ്പും വടി അവിടെ തെറിച്ച് വീഴുകയും ചെയ്യുന്നുണ്ട്. അതാരാണ് അടിച്ചതെന്ന് ആർക്കും നിശ്ചയമില്ല. പക്ഷെ അത് നമ്മുടെ മനോഹർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് മനോഹറാണ് കിരണിന് ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, സാറേ അവനിവിടെ കടന്നു കൂടിയിട്ടുണ്ട് എന്ന കാര്യം മെസ്സേജ് അയച്ചതും, അതുപോലെ തന്നെ ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ കിരണിൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ ഗംഗയെ തലക്കടിച്ച് കൊന്നതും ഈ പറയുന്ന മനോഹർ തന്നെയാണ്. പക്ഷേ മനോഹറിനെ ഇതുവരെ വെളിച്ചത്ത് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ കിരൺ തപ്പിപ്പിടിച്ച് ഒരു പൈപ്പ് കണ്ടെത്തുകയും ആ പൈപ്പിൽ കണ്ണ് കഴുകുകയും ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൊക്കെ കഴുകി അങ്ങനെ നിൽക്കണ്. അപ്പോൾ ഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഗംഗ മരിച്ച് വീണ് കിടക്കുന്ന കാഴ്ച കിരൺ കാണുന്നത്. അങ്ങനെ കിരൺ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വേലുവും രതീഷ് അവിടേക്ക് വരുന്നുണ്ട്. അവരെ കൈ കാണിച്ച് വിളിക്കുകയാണ് കിരൺ. അപ്പോൾ അവർ ഓടി വരികയാണ്. അപ്പോൾ ഇവൻ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇവനെ താലി കെട്ടുന്ന സമയത്ത് തോക്കും പിടിച്ചിട്ട് അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ കണ്ടത്. അങ്ങനെ അവനെ ഇടിച്ചിടുകയാണ് ചെയ്തത്. എന്തായാലും നല്ല അടി എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചത് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ കല്ലിൽ തല ഇടിച്ചിട്ട് എങ്ങനെയായിരിക്കും മരിച്ചത്, മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പൾസ് പിടിച്ച് നോക്കുകയും മൂക്കിലങ്ങനെ വിരൽ വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മരിച്ചു എന്ന് അവർ ഉറപ്പ് വരുത്തുകയാണ്.
അങ്ങനെ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇവനെ മറവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ വേല് പറയുകയാണ് അകത്ത് ഒരു പായ ഇരിക്കുന്നുണ്ട്, അതിൽ പൊതിഞ്ഞ് വെച്ച് കെട്ടിയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ വേല് പോയിട്ട് അകത്ത് നിന്നും പായ എടുത്തുകൊണ്ട് വരികയും അതിലവനെ കിടത്തിയിട്ട് ആ പായ ചുരുട്ടിക്കൂട്ടി കെട്ടി വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കുകയാണ്. എന്തായാലും എൻ്റെ കാറ് കിടക്കുന്നത് ഹോളിൻ്റെ മുൻവശത്താണ്. ഹോളിൻ്റെ മുൻവശത്ത് ഇവനെ ഇങ്ങനെ കൊണ്ടുപോയി ഡിക്കിൽ കാറിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം CCTV അവിടെ ഉള്ളത് കൊണ്ട് അതിൽ പതിയും. ഇവിടെ ആണെങ്കിൽ ക്യാമറയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പയ്യെ കാർ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇവനെ അതിൽ കിടത്താമെന്ന് പറയുന്നുണ്ട്. എവിടെ മറവ് ചെയ്യും സാറ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ. അപ്പം പറയാണ് എന്തായാലും എൻ്റെ വീടിൻ്റെ പറമ്പിൽ തന്നെ ഇവനെ മറവ് ചെയ്യാം, വലിയൊരു ആഴത്തിലുള്ള നല്ലൊരു കുഴി തന്നെ എടുക്കണം ഇവനക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വെയിൽ പറയുന്നുണ്ട് അത് സാറ് ഞാൻ ഏറ്റു, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. ഒരാളും ഇത് അറിയരുത്. എന്തായാലും ഇത്രയും നാളും ഭയപ്പെട്ടിരുന്ന ഒരാളാണ് മരണപ്പെട്ട് കിടക്കുന്നത്, ഇനിയിപ്പോൾ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാമെന്ന് പറയുമ്പോൾ ശരി സാറ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവനെ ആ ബോഡി അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ കിരണും അതുപോലെ രതീഷും വേലുവും കൂടിയിട്ട് അവിടെ നിന്നും നേരെ ഹോളിലേക്ക് പോകുന്നുണ്ട്, അവരെ അരികിലേക്ക്. അപ്പോൾ കല്യാണിയാണെങ്കിൽ ഇവിടെയായിരുന്നു കിരണേട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് 2 പേര് വണ്ടിയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ ഗംഗ അറിഞ്ഞിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ അവരുടെ പുറകെ പോയതായിരുന്നു എന്നിങ്ങനെ കിരൺ കല്യാണിയോട് കളവ് പറയുകയാണ്. അങ്ങനെ ഇതേ ഫോട്ടോ എടുക്കണം നോക്ക് എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ എല്ലാവരും ചേർന്ന് നിന്ന് നല്ല എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരങ്ങനെ മാറ്റി നിർത്തി ഇനി ആരാന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദിലീപിൻ്റെ കൂട്ടുകാരന്മാർ അവരെ വിളിക്കുകയാണ്. ദിലീപ് വാടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെയും നിർത്തി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എന്തായാലും ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിൻ്റെ ഇടയിലായിട്ട് ഈ കിരണും അതുപോലെ വേലുവും രതീഷും കൂടിയിട്ട് ആ ഒരു ബോഡി മറവ് ചെയ്യാൻ, അതായത് ഇവരെ തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ബോഡി മറവ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ് അവരങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കൈകൊണ്ടാണ് മരണപ്പെട്ടു എന്നത് ഇപ്പോൾ നമ്മുടെ കിരൺ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല, ഇതിൻ്റെ പുറകിൽ മനോഹറാണെന്നുള്ള സത്യം പിന്നീടായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. എന്തായാലും കല്യാണി കിരണിനെ കാണാതെയാകുമ്പോൾ ചോദിക്കും, അവൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ളതാണ്, അവൾക്ക് 6th സെൻസ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമൊക്കെ കിരൺ രതീഷിനോടും വേലുവിനോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനെ ബോഡി മറവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് നമ്മുടെ കാർത്തികയും അതുപോലെ രേവനും കൂടിയിട്ട് ദിലീപും കൂടിയിട്ട് ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് അമ്മയെയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് ഇവർ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർ ശ്രദ്ധ മാറ്റിയിട്ട് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ എങ്ങനെ മറവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.